ശ്രീദാസനാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീദാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള പുറപ്പാടിലാണോ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അതോടൊപ്പം ഇറാനും? അങ്ങനെ തോന്നുന്നത് കിരൺ ബാബു, നമ്മുടെ നാട്ടില് കുറച്ചൊരു ആൾക്കാർക്കെല്ലാം ഒരു ആശ്വാസം തോന്നിയായിരുന്നു. വീണ്ടും ഒരു കുഴപ്പത്തിലേക്കാണ് പോകുന്നത്. എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പറയാൻ നേരെ. ഇപ്പൊ ഇറാനായാലും ഒഴിഞ്ഞു കൊടുക്കുന്നില്ല, ട്രംപ് ആയാലും അയാളൊരു എന്താ പറയണ്ട ഒരു മനോരോഗിന്റെ അവസ്ഥയിലാണ് അയാൾ ഓരോ ദിവസം പെരുമാറുന്നത്. ഒരു ദിവസം നല്ല നോർമലായിരിക്കും, പിറ്റേന്ന് അബ്നോർമലാവും. ഇങ്ങനെയാകുമ്പോൾ നമ്മുടെ നാട്ടിലെല്ലാം എല്ലാവർക്കും സമാധാനമായി. ഇപ്പോ ഗ്യാസിന്റെ പ്രശ്നമൊക്കെ തീർന്നു. ഇപ്പോ വാണിജ്യ ഗ്യാസാണെങ്കിൽ അത്യാവശ്യങ്ങളൊക്കെ പുറത്തൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പോൾ ആശ്വാസം വരുമ്പോൾ വീണ്ടും ഇത് നമ്മളെ കണ്ടമാനം ബാധിച്ചും കേരളത്തിലാണ്. ഈ ലോകത്തിലെ മൊത്തം ബാധിച്ചെങ്കിലും കേരളത്തിനെ പ്രത്യേകിച്ചും ബാധിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലിപ്പോ ഹോട്ടലുകളിലൊക്കെ ഉണ്ട്, ഇപ്പൊ 12, 14 ഇപ്പം 15. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചായ ഒരു കടിയും കുത്തിയാൽ 30 കൊടുത്താണ്. ആദ്യം 14 പിന്നെ ഒരു 15 ഇത് നാട്ടിൽ വലിയ ദോഷം ചെയ്യും. പിന്നെ ഒരു ചെറിയ വിമർശനമുണ്ട് കിരൺ ബാബു. ഞാനൊരു അങ്ങനെ നമ്മൾ ഒരു രീതി ആയതുകൊണ്ട് പറയുന്നത് ഒരു വിമർശനം നിങ്ങളെ ന്യൂസ് 18 ചാനലിനെ പറ്റിയുണ്ട്. പറയട്ടെ ഞാൻ? പറഞ്ഞോളൂ. എന്താ പറഞ്ഞാല് ഈ ഇടക്ക് ചില ദിവസങ്ങളിൽ ഞാനൊരു പ്രേക്ഷകനായിട്ട് ഞാൻ കുറെ കാലങ്ങളായിട്ട് നിങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന ആളാണ്. അപ്പൊ ഈ ചുരുങ്ങിയ ചില ദിവസങ്ങളിൽ ചില ദിവസം ഈ അവതരിപ്പിക്കുന്ന സമയത്ത് ചില ആൾക്കാർക്ക് അഭിപ്രായം പറയാൻ വേണ്ടി കൊടുക്കുന്ന സമയം 23 സെക്കൻഡ് 32 സെക്കൻഡ്. അപ്പൊ പറഞ്ഞ ഉടനെ തിരിച്ചു വരാൻ മതപ്പാടം മാറി. ഇപ്പൊ നിറയെ പ്രേക്ഷകരുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഞാൻ ആ കൊല്ലത്തിന് വിളിക്കുന്ന ബിനോയ് വരെ അയാളൊന്ന് പ്രതികരിക്കാതെ സങ്കടം പോയി. കാരണം അയാൾക്ക് ഞാൻ കിട്ടുന്നത് 42 സെക്കൻഡാണ്. എന്തിനാ നമ്മളിങ്ങനെ തിരക്കാക്കുന്നത്? ഈ നല്ലൊരു പരിപാടി ഈ നാട്ടില് ആൾക്കാരുടെ ഇടയിൽ വളരെ ഒരു സ്ഥാനമുള്ള പരിപാടിയാണ് ന്യൂസ് 18 പൊതുവേ. ബിനോയ്ക്കൊക്കെ നമ്മൾ നല്ല സമയം കൊടുക്കുന്നതാണ്. ബിനോയൊക്കെ പൊളിറ്റിക്കലായ അഭിപ്രായം പറയുന്ന ആളുകളാണ്. ബിനോയിന് മാത്രമല്ല, അന്നത്തെ ദിവസം ഈ മഞ്ചേരി മുഹമ്മദ് 23 സെക്കൻഡാ. ചില ദിവസങ്ങൾ പറയുന്നത് ഇന്ന് ഞാൻ സ്ത്രീകളെ മാത്രമേ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ 74 വയസ്സുള്ള ഒരു വയസ്സൻ അയാൾ വിളിച്ചിട്ട് ദാസൻ, അത് ചില ദിവസങ്ങളിൽ ഇപ്പോൾ നമ്മൾ സ്ത്രീകൾ പറയേണ്ട വിഷയത്തിൽ നമ്മൾ എപ്പോഴും പുരുഷന്മാരാണ് നമ്മളെ കൂടുതൽ പ്രതികരിക്കുന്നത്. അപ്പോൾ സ്ത്രീകൾ കൂടുതൽ അവസരം കൊടുക്കാൻ വേണ്ടി ചില ദിവസങ്ങളൊക്കെ അങ്ങനെ ചെയ്യുന്നതാണ്. അല്ലാതെ അതൊരു സ്ഥിരമായി ചെയ്യുന്നതല്ല. ചില ദിവസങ്ങളിൽ ഇപ്പോൾ സ്ത്രീകൾക്ക് നമ്മൾ പൊതുവെ ആകെ പ്രതികരിക്കുന്ന ആളുകളെ നോക്കി കഴിഞ്ഞാൽ സ്ത്രീകളുടെ എണ്ണം കുറവാണ്, പുരുഷന്മാരാണ് കൂടുതൽ. അപ്പോൾ സ്ത്രീകൾക്ക് കുറെ കൂടെ പ്രോത്സാഹനം കൊടുക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ അതിനുവേണ്ടിയൊക്കെ ചിലപ്പോൾ ചില ഇതൊക്കെ ചെയ്യാറുണ്ട്, അല്ലാതെ അതിനപ്പുറത്തേക്ക് ബോധപൂർവ്വം ചെയ്യില്ല. അല്ലേ കിരൺ ബാബു, 74 വയസ്സുള്ള ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ അരമണിക്കൂറെ ഞാൻ വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞപ്പോൾ ഉടനെ നിങ്ങൾ അവതാരകം പറഞ്ഞത് ഇത് സർക്കാർ സർവീസ് അല്ലാതാണ്. അപ്പൊ അയാൾ ശരിക്കും ചോദിക്കേണ്ടത് ഞാൻ വിളിച്ച ന്യൂസ് 18 ഫ്ലോറിലേക്കല്ലേ, ഇത് വേറെ ഇടത്തേക്ക് വിളിച്ചാൽ ചോദിക്കണ്ടേ? ഇതൊന്നും ശരിയില്ല കിരൺ ബാബു. ശ്രീദാസൻ, അല്ല താങ്കൾ അത് ശരിക്കും തോന്നുന്നു. എനിക്കറിയില്ല എപ്പോഴാണ് സംഭവിച്ചത്. എന്തായാലും അത് ചിലപ്പോൾ അത് ഏതെങ്കിലും തരത്തിലൊരു തെറ്റിദ്ധാരണ കൊണ്ട് തോന്നുമായിരിക്കും, അല്ലാതെ നമ്മൾ ബോധപൂർവമായി അങ്ങനെ ചെയ്യില്ല ഒരിക്കലും. പക്ഷെ ഇത് ഈ പരിപാടി നല്ല രീതിയിൽ പോകണം. ഞാൻ ഏറ്റവും അങ്ങേയറ്റം നെഞ്ചേറ്റവും പരിപാടിയായിരുന്നു. ശരി ദാസൻ, ശ്രദ്ധിക്കാം. നമ്മൾ അങ്ങനെ ദാസന്റെ പൂർണ്ണമായും താങ്കളുടെ വികാരത്തെ ഞാൻ ഉൾക്കൊള്ളുന്നു. അത് ആ രീതിയിൽ തന്നെ ശ്രദ്ധിക്കാം. നമ്മൾ ചില സമയങ്ങളിൽ ചില വിഷയങ്ങളുമായി വരുമ്പോൾ, ഇപ്പോൾ വിദേശത്തെ ഒരു കാര്യം വരുമ്പോൾ, അപ്പോൾ ചിലപ്പോൾ വിദേശത്തുള്ളവർ കൂടുതൽ സമയം കൊടുക്കുക, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഒരു പൊതുവിഷയം വരും. ഇപ്പോൾ നമ്മൾ ആ സ്ത്രീകളുടെ ബസ്സിന്റെ കാര്യമൊക്കെ വന്നപ്പോൾ നമ്മൾ സ്ത്രീകൾക്ക് കൂടുതൽ സമയം കൊടുക്കാൻ വേണ്ടി ചിലപ്പോൾ അതിന് സമയമൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ ഈ സ്ഥിരമായി വിളിക്കുന്ന പുരുഷന്മാരുണ്ടെങ്കിൽ ചിലപ്പോൾ അവരോടായിരിക്കും ചിലപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യത്തെ പറയാൻ കഴിയുക, ഇന്ന് കുറച്ച് സമയം മതി. അല്ല, ബിനോയ്ക്കൊക്കെ നമ്മൾ നല്ലതായിട്ട് സമയം കൊടുക്കുന്ന ആളുകളാണ്. മനസ്സിലായി ശ്രീദാസൻ. ശരി, ഫാദർ സാമുവലാണ് കോഴിക്കോട് നിന്ന്. ഫാദർ സാമുവൽ, ഈ ലോകം എപ്പോഴും പ്രതീക്ഷിച്ചതാണ് ഇനിയെങ്കിലും ഈ യുദ്ധം അവസാനിക്കുന്നതെന്ന്. ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളും, പ്രത്യേകിച്ച് ഇന്ത്യയും കേരളത്തെയൊക്കെ വളരെ വലിയ രീതിയിലാണ് നമ്മുടെ ദൈനംദിന ചെലവുകളെപ്പോലും ബാധിക്കുന്ന രീതിയിലേക്കാണ് ആ യുദ്ധം പോയത്. ഇപ്പോൾ വീണ്ടും ഒരു ദിവസം യുദ്ധം അവസാനിച്ചെന്ന് പറയും, രണ്ടാമത്തെ ദിവസം ഈ കുട്ടികളൊക്കെ തമ്മിൽ തല്ലുകൂടുന്ന പോലെയാണ്. ഇന്ന് അവസാനിപ്പിച്ചെന്ന് പറയും, നാളെ തീർത്ത് കളയുമെന്ന് പറയും, വീണ്ടും സമാധാനം പറയും. ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഇറാൻ അമേരിക്ക യുദ്ധം. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഗുഡ് ഈവനിങ്. ആശ്വാസത്തിന്റെ മേൽ വീണ്ടും കരിനിഴൽ വീഴുകയാണ്. നമുക്കൊക്കെ സന്തോഷവും ആശ്വാസവും ഉണ്ടായതാ. പക്ഷെ വീണ്ടും ട്രംപിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ പേടി തോന്നുന്നു. ഇനി എന്താ അടുത്ത നീക്കമെന്ന്. ഇതിനൊരു പരിഹാരം വേണ്ടേ? യുണൈറ്റഡ് നേഷൻസ് എന്താ മൗനം വീക്ഷിക്കുകയാണോ? അവർക്കൊരു ഉത്തരവാദിത്വമില്ലേ ഇതിലിടപെട്ട് പ്രശ്നം തീർക്കാൻ തക്കവണ്ണം? അവര് ഇടപെടുന്നില്ലേ? എന്താ, എനിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയില്ല. ശരിക്കും അവർ ഇടപെട്ടിട്ട് പ്രശ്നം തീർക്കേണ്ടതാണ്. ട്രംപ് ഇങ്ങനെ ഓരോ ദിവസം ഓരോ മാതിരി ഇടപെട്ടാൽ അത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഇത് ലോകത്തിലെ മിക്ക രാജ്യങ്ങളും ഇത് ബാധിക്കും. പ്രത്യേകിച്ച് ഇന്ത്യ ഇത് വല്ലാതെ ബാധിക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.